വെളിപ്പാട് പുസ്തകം 13-15 വാക്യം വായിച്ചാട്ടെ മക്കളെ. മൃഗത്തിന്റെ പ്രതിമ വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും. അവിടെ നിൽക്കട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും വായിക്കാം. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരെ, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു, അവൻ അധികാരം ലഭിച്ചു. ഇത് മാത്രം. ഇനി ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ, കമ്പ്യൂട്ടർ സംസാരിക്കുമോ? രണ്ട് കാര്യങ്ങൾ. ദാണ്ടേ 2018 ഒരു പെൺകുട്ടി വന്നു, സോഫിയ, സൗദിയിൽ നിന്ന് വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ദാണ്ടേ സോഫിയ ചാറ്റ് GPT ഗ്രോക്ക് അവൾ മറ്റൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു, മറ്റൊരു തലത്തിലേക്ക് പോയി. 3, ദാണ്ടേ സൗദി പൗരത്വം നേടി സോഫിയ. ദാ കിടക്കുന്നു. 20 വർഷം ജോലി ചെയ്ത ചെറുപ്പക്കാരന് സൗദി പാസ്പോർട്ട് കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഇന്ന് സോഫിയ റോബോട്ടിന് പാസ്പോർട്ട് കൊടുത്തിരിക്കുന്നു. 4, കഴിഞ്ഞ ദിവസങ്ങളിൽ ദാണ്ടേ സാരിക്കാരിയായി സോഫിയ പാപ്പനംകോട് മുംബൈയിലും ദാ കിടക്കുന്നു സോഫിയ റോബോട്ട്. അടുത്തത് ദാണ്ടേ വ്യോമമിത്ര, ഇന്ത്യയുടെ വട്ടിയൂർക്കാവിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിയ ഇന്ന് ISROയുമായി ബാംഗ്ലൂരിൽ ഇടപെടുന്നു. അങ്ങനെയെങ്കിൽ റോബോട്ട് സംസാരിക്കോ? അച്ഛാ റോബോട്ട് സംസാരിക്കോ? ഇപ്പം നമ്മുടെ മൊബൈലിനകത്തൊരു പെൺകുട്ടി വന്ന് ജെമിനി, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാരുതിയുടെ പുതിയ കാറിൽ തോമാച്ചായന് ചിന്നമാമൻ കയറിയിരിക്കുമ്പോൾ ഒരു ശബ്ദം, ഐ ആം ക്ലാര, ഗുഡ് മോർണിംഗ് അങ്കിൾ. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പം റോബോട്ട് സംസാരിക്കുമോ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ കയറില്ല, വയറില്ല, ഇന്റർനെറ്റ് ഇല്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. കരമുയർത്തുന്നവർക്ക് ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? അടുത്തതായി ഇന്റർനെറ്റ് മർഡർ. ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ കേട്ടാട്ടെ, അദ്ദേഹത്തിന്റെ പേര് അലൻ ടോറി. എന്താ കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കുവാനുള്ള കാര്യം? ഇന്ന് രാത്രി 2 കാര്യം കൂടെ പറയുമ്പോൾ അവസാനിക്കും. എന്താ? ഇന്ന് നമ്മുടെ കുറ്റിച്ചൽ ഒരു പെൺകുട്ടി, ചെന്നൈയിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ടൊരു അടുപ്പം. അവർ രണ്ടും രാത്രി ചാറ്റ് ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചില കാര്യങ്ങൾ പറയും. അവൾ അനുസരിക്കത്തില്ല. അവൾ ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ ഒരു മെസ്സേജ് അയക്കും, വൈറസ് മെസ്സേജ്. ഇവിടെ അജി ബ്രദർ ഇത് സെറ്റ് ചെയ്യുന്നു. ലാപ്ടോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കാണാം. ഒരു ലാപ്ടോപ്പിന് 5 ഘടകങ്ങൾ. 1 മൈക്രോ പ്രോസസർ, 2 ലിഥിയം ബാറ്ററി, 3 കീബോർഡ്, മേളിലിരിക്കുന്ന സ്ക്രീൻ ഇങ്ക് സ്ക്രീനും ലൈറ്റുമാണുള്ളത്. എന്താ വൈറസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്താ? ലിഥിയം ബാറ്ററി ചൂടാവും, മൈക്രോ പ്രോസസർ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ബൾബ് പൊട്ടോ. അതാ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ഇവിടെ മോണിറ്റർ വെച്ചിരിക്കുന്നു. പാടുന്ന ഞങ്ങൾ ബിറ്റുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സജിയുണ്ട്. ഞങ്ങളുടെ എല്ലാ ശബ്ദം കൂടിക്കഴിഞ്ഞാൽ വിഷയം വരും മോണിറ്റർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബാറ്ററി പൊട്ടിത്തെറിക്കുക. ബൈബിളിനകത്തുണ്ടോ ഈ കാര്യങ്ങളെല്ലാം? അന്ത്യകാലം ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി, ബാറ്ററികൾ പൊട്ടി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ നടക്കാൻ പോകുന്നു ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ കൊല്ലോ. തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറയുന്ന 8 വയസ്സുള്ള മോൾ മൊബൈൽ പൊട്ടിത്തെറിച്ച് മരിച്ചു. ചെന്നൈയിൽ ഒരു സംഭവം, കാർ ഓടിച്ചു വന്ന ചെറുപ്പക്കാരൻ്റെ മൊബൈൽ മെസ്സേജ് വന്നു. ആ കാർ ചൂടായി കത്തിപ്പോയി. വിഴിഞ്ഞത്ത് പെട്രോൾ പമ്പിൽ സ്ഫോടന, വെമ്പായത്ത് പെട്രോൾ പമ്പിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കുറ്റിച്ചലും കാട്ടാക്കട ഉടമലക്കലും നല്ല പമ്പുകൾ, കുളപ്പട. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, യേശു വരാൻ കാലമായി എന്നല്ല എഴുതിയേക്കുന്നത്. സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയർത്തുന്നവർക്കായി നമ്മൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നാൽ, ഗൺ ചൂടായാൽ തീകോള്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി. ലാപ്ടോപ്പ് ഉണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് ഉപയോഗിക്കത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കഴിഞ്ഞ ഇലക്ഷന് നിങ്ങളുടെ തൊട്ടടുത്ത് കാട്ടാക്കട കല്ലൂരി മൈതാനത്തിൽ വന്നു. ബായോ ബനോ സബ്കോ ബന്ദർ. ലാപ്ടോപ്പ് ഇല്ല. അദ്ദേഹത്തിന്റെ റൂട്ട് നിശ്ചയിക്കുന്നത് ഇസ്രായേലിന്റെ മൊസാദ്. 2018 ഇസ്രായേലിന്റെ മൊസാദ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു, സാർ താങ്കൾ ലാപ്ടോപ്പ് കയ്യിൽ വെക്കരുത്, മെസ്സേജ് വന്നാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത. അത് കഴിഞ്ഞ് 2018 യൂറോപോൾ ഡേവിഡ് കാമറോ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു, ലാപ്ടോപ്പ് ഉപയോഗിക്കരുത്. അതുകൊണ്ട് കാട്ടാക്കട DYSP CI അവരുടെ മേശപ്പുറത്ത് ലാപ്ടോപ്പ്. കാട്ടാക്കട ട്രാഫിക് നിയന്ത്രിക്കാൻ വരുമ്പോൾ ലാപ്ടോപ്പ് ഞെക്കുമോ? അവർ പറയും ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ ആഗോള വ്യാപകമായി പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം വരാറായി. റോബോട്ടിന് ജീവൻ കൊടുക്കുമോ? അന്ത്യകാലം. തൊടുപുഴക്കാരൻ ദാ വരുന്നു. തൊടുപുഴക്കാരൻ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. IBM, Intel, മൈക്രോസോഫ്റ്റ് ഇസ്രായേലിന്റെ താഴ്വരയിൽ എൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കോ ആഗോള വ്യാപകമായി. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം,
കേൾക്കണം. ഇനി വരാൻ പോകുന്നത് AK-47 അല്ല, സൈബർ യുദ്ധം. അതിന്റെ ബാക്കി നാളെ പറയാം. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ലെബനോൻ പേജർ സ്ഫോടനം. എല്ലാവരും കേൾക്കണം. ലെബനോണിലെ ഹിസ്ബുള്ളയിലെ പോരാളികൾ 3000 പേജർ ഉണ്ടാക്കുവാൻ ഹംഗറി കൊടുത്തു. അത് വേറെ തൈവാനിലേക്ക് മാറി. ആ സോഫ്റ്റ്വെയർ ആരാ കൊടുത്ത? ഇസ്രായേൽ. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കയ്യിലൊരു പേനയുണ്ട്. ഈ പേനയുടെ ബാർകോഡ് എവിടെ ചെന്നാലും ഉണ്ടാക്കിയ കമ്പനിക്കറിയാം. കുറ്റിച്ചെന്ന് മേടിച്ചാലും കാട്ടാക്കടയിൽ നിന്ന് മേടിച്ചാലും ആരിനാട് മേടിച്ചാലും 3000 പേജറിൻ്റെ ബാർകോഡ് കൊടുത്തത് ഇസ്രായേലാണ്. എന്നിട്ട് അവ ഒരു പരിപാടി ചെയ്തു. ബാറ്ററിക്കകത്ത് ഒരു 2 ഗ്രാം സ്ഫോടക വസ്തു വെച്ചു. ആരും അറിഞ്ഞില്ല. ഹമാസ് ഇസ്രായേൽ പോരാട്ടം നടന്നപ്പോൾ ഒരു ദിവസം 3000 പേജറിനകത്ത് മെസ്സേജ് വന്നു. 2800 ഓണായിരുന്നു. പടപട 1 2 3 4 വന്ന്. അപ്പോൾ അവർ ഞെക്കിക്കൊണ്ടിരുന്നു. മൊബൈൽ ചൂടായി, പേജർ ചൂടായി, ബാറ്ററി പൊട്ടിത്തെറിച്ചത്. മൊബൈൽ സ്ഫോടനം അഥവാ സൈബർ അറ്റാക്ക്. ഇന്ന് രാത്രി എത്ര പേർ മരിച്ചു? 35 പേരാ ലെബനോണിൽ പേജർ സ്ഫോടനം. 200 പേര് ഇന്നും ആശുപത്രിയിലാണ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ പൊട്ടാൻ പോകുന്നത് കയ്യിലിരിക്കുന്ന മൊബൈലുകൾ അല്ലെങ്കിൽ പേജറുകൾ പൊട്ടാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മൊബൈലിനകത്ത് ഫോൺ കമ്പനികൾ ഒരു കാര്യം പറയുന്നു. എന്താ? അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത്. കരമുയർത്തുന്നവർക്കായി ആധാർ KYC ചോദിച്ചാൽ കൊടുക്കരുത്. ഹാക്കായി പൊട്ടിക്കുന്ന ഒരു കാലം വരും. ലെബനോണിൽ പൊട്ടിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആഗോള വ്യാപകമായി മൊബൈലുകളും കമ്പ്യൂട്ടറുകളും പൊട്ട്. അന്ത്യകാലം ഇന്ന് രാത്രി. സാത്താൻ്റെ ഇഷ്ടമെന്താ മക്കളെ? ആരാധന. ശദ്രക്, മേശക്, അബേദ്നെഗോ ദുരാശു സമഭൂമി വന്നു. എന്താ നെബൂഖദ്നേസർ പറഞ്ഞേക്കുന്നത്? ഒന്ന് വണങ്ങിയേക്കാൾ. യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിശാചി കാണിച്ചു, ഒന്ന് വണങ്ങിയേക്കാൾ. അങ്ങനെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്ത് സാത്താൻ്റെ പ്രതിമ വരും. അവൻ കണ്ണുകൊണ്ട് നോക്ക്. നമ്മുടെ കോവിഡ് വാക്സിൻ്റെ മറവിൽ ഇതെല്ലാം ഒരു അന്ത്യകാല സംഭവം. നമ്മുടെ മെയിൽ ID നമ്മുടെ ഫോൺ നമ്പറും എല്ലാം അവൻ കൊണ്ടുപോയെങ്കിൽ അവൻ ഒരു കാര്യം ചെയ്യും. നമ്മുടെ മെയിൽ ID-യിലേക്ക് വൈറസ് മെസ്സേജ് അയക്കുക. ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. മൈക്രോ പ്രോസസർ ചൂടാവൂ, ബാറ്ററി ചൂടാവൂ, സ്ക്രീൻ പൊട്ട്, മനുഷ്യൻ മരിക്കും. അതിൻ്റെ പേരാ ഇന്റർനെറ്റ് മർഡർ. ഞാനല്ല, റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ പേരാ. ഏറ്റവും നല്ല അവർ അമേരിക്കക്കാർ. അവൻ ഓടിപ്പോയി. ഇന്ന് ജെഫ്രി ഹിൻഡൻ ദാ കിടക്കുന്നു. ദൈവമാകുമോ നിർമ്മിത ബുദ്ധി. റോബോട്ടിനെ, സോഫിയ റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ കാനഡയിൽ പോയിരുന്നു വിരിക്കുന്നു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മനോരമയുടെ ജോണി ലൂക്കോസിൻ്റെ കൂടെ ഈ റോബോട്ട് എന്നെ കയറി പിടിച്ച് കൊല്ലാൻ കാലമുണ്ട്, അതുകൊണ്ട് ഞാൻ ഓടിപ്പോവുക. അങ്ങനെയെങ്കിൽ ബൈബിൾ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന് ബ്ലൂ ബ്രൈൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിന് മുമ്പായിട്ടൊരു കളി വന്ന ബ്ലൂ വൈൽ. മാർനല്ലൂർ 9 വയസ്സുകാരൻ കെട്ടിത്തൂങ്ങി മരിച്ചുപോയി. ഇന്ന് സാത്താൻ്റെ കളികൾ അനവധി. സാത്താൻ്റെ കളികളുടെ രക്തസാക്ഷികൾ. സമയമില്ല. കാടൽ ജൻസൺ രാജ, MM ചർച്ച്, അപ്പനെയും അമ്മയും പെങ്ങളെയും വീട്ടിലെ വേലക്കാരി പച്ചയ്ക്ക് കെട്ടിക്കൊന്ന് അവൻ തീയടിച്ച് കൊന്നു. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളറട, അതിനെ നമ്മുടെ JS പെന്തക്കോസ്ത് ദൈവസഭ ജോസേട്ടൻ്റെ മോൻ പ്രജിത്ത് ചൈനയിൽ എഞ്ചിനീയറിങ്ങോ MBBS പഠിക്കാൻ പോയ അവസാനം കൊച്ചി വന്ന് സാത്താനെ ആരാധിച്ചവൻ അപ്പനെ 28 കുത്തിയിട്ട വെള്ളറുടെ 5 മരം കാലയിൽ നിന്ന് നടന്ന് വെള്ളറുടെ സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പിച്ചാതി വെച്ചു. CI ഞെട്ടിപ്പോയി. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. സാത്താന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവൻ മനുഷ്യനെ കൊണ്ട് കൊല്ലിക്കും. സാത്താന്റെ ഗെയിമുകൾ ഇഷ്ടം പോലെ. PUBG, ബ്ലൂ വൈൽ, പിള്ളേരെല്ലാം ചാടി മരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്ന് പറഞ്ഞില്ലെന്നൊന്നും അറിയത്തില്ല. ഉത്തർപ്രദേശിൽ 3 പെൺകുട്ടികൾ കെട്ടിടത്തിന് വേണ്ടി മൊബൈലാന്ന് പറയുന്നത് എന്തുവാന്നറിയത്തില്ല, എന്തൊക്കെയോ ചാടി മരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈബിൾ പ്രവചനം നിവർത്തിയായി. ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് അവൻ്റെ പ്രതിമ വരും. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടത് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതിൻ്റെ പേരാ ബ്ലൂ ബ്രൈൻ. അവസാന ഭാഗം. അങ്ങനെയെങ്കിൽ സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുമോ? ഇന്ന് രാത്രി കേരളത്തിൻ്റെ സൈബർ വിഭാഗം മേധാവി കഴിഞ്ഞ വർഷത്തെ മനോരമ കോൺക്ലേവ് കൊക്കൂൺ അത് നടക്കുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. ഇനി പൊട്ടിത്തെറിക്കുന്ന കയ്യിലിരിക്കുന്ന മൊബൈലുകളും ലാപ്ടോപ്പുകളും സജു ചാത്തന്നൂരിൽ കേരളത്തിലെ സൈബർ വിഭാഗം മേധാവി രഹസ്യമായിട്ട് വന്ന ബാക്കിയൂടെ പറഞ്ഞു തരാം. സ്വോത്രം. മനോരമ കോൺക്ലേവ് കൊച്ചി. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ സാത്താൻ്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് 39ാമത് ജനറൽ കൺവെൻഷനിൽ തേജസ്സിൽ അവൻ്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായി ഈ റോബോട്ടിന് ഒരു നിയന്ത്രിത ബുദ്ധി കിട്ടും. ബ്ലൂ ബ്രൈൻ. ആ നിയന്ത്രിത
കുത്തി റോബോട്ട് കരസ്ഥമാക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ലെബനോനിൽ പൊട്ടിയതുപോലെ ആഗോള വ്യാപകമായി കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും പൊട്ടുന്ന ഒരു കാലം വരാറായി. ആ പൊട്ടിത്തെറി ലോകത്തിൽ നടക്കുന്നതിന് മുമ്പ് UICC നാട്ടുകാരോട് ഞങ്ങൾ പറയുന്നു, മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്ക്. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാകള്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി കുറ്റിച്ചള്, ആര്യനാട്, പുളിമൂട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ദിവസത്തെ കണ്ട് യേശു എന്ന് പറഞ്ഞു. നിർത്താൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 9:4 വാക്യങ്ങൾ ഈ ദിവസത്തെ കണ്ടിട്ട് വായിക്കാം. യോഹന്നാൻ 9:4 വായിക്കാം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ പങ്കെടുക്കുന്നവരടുത്ത് 2026 ഒരു കോഴ്സും പറയേണ്ട അമ്മാമേ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം. എവിടെങ്കിലും വഴിമക്കി നിന്ന് യേശു രക്ഷകനെന്ന് പറയുവാൻ ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് വേർപെടുത്തട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ദിവസത്തെ കണ്ടിട്ട് യേശു പറഞ്ഞു, വായിക്കാം മോനെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. കൺവെൻഷന്റെ പ്രഥമ രാത്രി. ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. നീതി സൂര്യൻ കരമുയർത്തുന്നവർക്കായി രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് വേർപെട്ടു വരുന്ന പശുക്കുടാങ്ങളെ പോലെ ഈ തലമുറയിൽ പ്രിയന്റെ വരവിലെടുക്കപ്പെടും. ബാക്കി നാളെ 2 കാര്യം ടൈറ്റാനിക്കിനെ കൊണ്ട് പറഞ്ഞ് പാട്ടുപാടി ആരാധിക്കും. 1910 ഏപ്രിൽ മാസം 10-ാം തീയതി ഒരു കപ്പൽ യാത്രയെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 2227 കിലോമീറ്റർ സതാംപ്ടൺ ടു ന്യൂയോർക്ക്. കപ്പലിന്റെ പേരാ ടൈറ്റാനിക്. ടൈറ്റാനിക്കിന്റെ പ്രത്യേകത ആരാ? വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. 50,000 ഹോഴ്സ് പവർ. ദൈവം വിചാരിച്ചാലും തകരത്തില്ലെന്ന് പറയും. സ്വതന്ത്രം കന്നി യാത്ര നേരെ മുന്നോട്ട് പോയി. 4-ാം ദിവസം മഞ്ഞുമല, അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് മഞ്ഞുകൽ കണ്ടിട്ട് ക്യാപ്റ്റൻ സ്മിത്തിനോട് നാട്ടുകാർ പറഞ്ഞു, സാറേ മഞ്ഞുമല. അതേ പറഞ്ഞ് ദൈവം വിചാരിക്കാനും തകരത്തില്ല. പക്ഷേ കപ്പൽ തകർന്നു പോയി. ഇന്ന് രാത്രി അനവധി കൺവെൻഷൻ പുളിമൂട്ടിൽ കേട്ടിട്ട് അൽബകവ, കുഴിമന്തി, ജവാൻ റമ്മു അടിച്ച് നീ നിന്നു പോയാൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. എൻ്റെ പ്രസംഗം അതല്ല. ഇവിടെ ഒരു കാര്യം കൂടെ, എല്ലാവരും ടൈറ്റാനിക് സിനിമയെ പറ്റിയും പറഞ്ഞുതരാം. സ്വോത്രം. എന്താ കാര്യം? അന്ന് ടൈറ്റാനിക് തകർന്നപ്പോൾ ക്യാപ്റ്റൻ സ്മിത്ത് ഇറങ്ങി പറഞ്ഞു, ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഡക്കി കയറണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. അന്നേരം ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, കുഞ്ഞെ നിനക്ക് ഡക്കി കയറിക്കൂടെ? അപ്പൊ അവള് പറഞ്ഞതാ ഇംഗ്ലീഷിൽ, ബിഫോർ 3 weeks back my marriage is conducted by Roman Catholic Church. ലണ്ടനിലെ റോമൻ കത്തോലിക്ക ചർച്ച് 3 ആഴ്ച മുമ്പാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അന്ന് അവിടുത്തെ ബിഷപ്പ് എൻ്റെ ഈ ചെറുപ്പക്കാരനെ കൈ യോജിപ്പിച്ചിട്ട് പറഞ്ഞു, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വിയോജിപ്പിക്കരുത്. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ആ പെൺകുട്ടി ഡക്കിനകത്ത് കരായർന്ന് ആ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരന് വീണ കഥയാ ടൈറ്റാനിക് കഥ. ഇനി അടുത്തത് പറയാം. ടൈറ്റാനിക് മുങ്ങുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? ഒരു ചെറുപ്പക്കാരൻ അവൻ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അവൻ താഴെ വന്നു. താഴെ ഇറങ്ങാൻ തോന്നി. അവൻ്റെ തലയിണയുടെ കീഴിൽ $1,00,000 ഇരിക്കുക. ആ ഡോളർ അവൻ എടുക്കാനായിട്ട് താഴെ വരിക. എന്താ സംഭവിച്ചത്? അവൻ താഴെ ഇറങ്ങിയപ്പോൾ ആരോ അവനോട് സംസാരിച്ചതുപോലെ വിചാരിച്ചു, ഈ ഡോളർ എടുക്കാൻ പോയാൽ ഞാൻ താഴെ ഉപ്പുവെള്ളത്തിനകത്തേക്ക് പോകും. അവൻ ഒറ്റ കാര്യം ചെയ്തോള്. അവൻ നേരെ മേളിലോട്ട് വന്ന് ചിന്താമഗ്നനായി നിന്നു. ആ മെസ്സിന്റെ സൈഡിൽ ഇരിപ്പുണ്ട് ലൈഫ് ജാക്കറ്റ്. ആരോ അവനോട് പറഞ്ഞു, കുഞ്ഞെ ഈ ഒരു ലൈഫ് ജാക്കറ്റ് എടു, പണവും പിന്നെ ഉണ്ടാക്കാം, നീ ചാടാൻ പറഞ്ഞു. അവന്റെ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു. എ ലൈഫ് ജാക്കറ്റ് ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. അവൻ പണത്തെ നോക്കി അച്ചായ അമ്മാമേ ആ ലൈഫ് ജാക്കറ്റ് എടുത്ത് വെള്ളത്തിൽ ചാടി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് വന്ന് രക്ഷപ്പെടുത്തി. അവൻ എഴുതിയ മുദ്രാവാക്യമാ, എ ലൈഫ് ജാക്കറ്റ്, ഒരു രക്ഷാ കവചം എനിക്കൊരായുസ് തന്നെങ്കിൽ. 39ാമത്തെ വാർഷിക കൺവെൻഷൻ ഇന്ന് രാത്രി കുറ്റിച്ചലിനോട്, പുളിമോടിനോട്, ആര്യനാട്, ഇന്നത്തെ ലോകം തീരാറായി. അതിൻ്റെ നടുവിൽ നിന്ന് ഞങ്ങൾ ഒരു ലൈഫ് ജാക്കറ്റിനെ ഗ്രൗണ്ടിൽ ഉയർത്തുന്നു. അവന്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒറ്റ വാക്കൂടെ പറയാം. ടൈറ്റാനിക്കിന് ഓർക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ധനവാന്മാർ, 1 അമേരിക്കക്കാരൻ, 2 കാനഡക്കാരൻ, 3 ദുബായ്ക്കാരൻ, 4 പാകിസ്ഥാൻകാരൻ എവിടെ പോയി? ടൈറ്റാനിക്കിന്റെ ഇരുമ്പ് തേടിപ്പോയി. സ്വോത്രം. ആ പേടകം ഓഷ്യൻ ടൈറ്റാനിക് അത് സമുദ്രത്തിൽ ഇറങ്ങി. എല്ലാവരും പ്രാർത്ഥിച്ചു.
പക്ഷെ ഇരുമ്പിൻ്റെ അടുത്ത് ചെല്ലുന്ന 450 മീറ്റർ മുമ്പ് പേടകം തകർന്നു പോയി. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. ധനമുണ്ട്, പ്ലെയിനുണ്ട്, റോൾസ് റോയ്സ് കാറുണ്ട്. ദാണ്ടേ കണ്ടില്ലേ, കോൺഫിഡൻ്റ് വിശ്വാസമില്ലാത്ത അച്ചായൻ സ്വന്തം പിസ്റ്റൾ എടുത്ത് വെച്ച് ഒറ്റവെടി. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും അവൻ്റെ ആത്മാവ് ദാ കിടക്കുന്നു. പിൻപിൽ വലിയ കഥകൾ വരാൻ പോകുന്നു. സാമ്രാജ്യങ്ങൾ തകരുന്നു. ദൈവമില്ലാത്തവൻ ബിഗ് ബോസിനകത്തും സിനിമയ്ക്കകത്തും സീരിയലിലും പിടിക്കാൻ പോയി. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തിയവൻ അവസാനം തോക്കെടുത്ത് വെടിവെച്ച് കൊന്നു. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ എത്ര ധനവാന്മാർ. കപ്പൽ ജോയി വയനാടുകാരൻ, ഗൾഫിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കാരൻ, മുത്തൂറ്റിന്റെ മുതലാളി, ആര് തള്ളിയിട്ടോ താഴെ വീണോന്നറിയത്തില്ല, ഡൽഹി വെച്ച് അവനും തീർന്നു. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യാശ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുക. ഇന്ന് രാത്രി ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കാന്തന്റെ കാഹളം തൊലിച്ചാൽ ഇടക്കപ്പെടാം. അതാ ഞങ്ങളെ കാൽവറിയിലെ സ്നേഹം. ഒറ്റ വാക്ക് ടൈറ്റാനിക്കിന്റെ. അങ്ങനെയെങ്കിൽ 4 ധനവാന്മാർ പോയി, ധനവാന്മാർ വീണുപോയി. കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു കഥ വന്നു. ഒരമ്മ, 4 കുട്ടികൾ, 14 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൾ, 9 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള കുഞ്ഞ്. അവർ യാത്രയായി അപ്പനെ തേടി. എവിടാ പോയത്? ആമസോൺ കാടുകളിൽ. ഒരു കൊച്ചു വിമാനം, രാത്രിയിൽ വിമാനം തകർന്നു. എല്ലാ അമ്മമാരും കേട്ടാട്ടെ, തകർന്നു വീണു. 2 പേർ അന്നേരം മരിച്ചു. പൈലറ്റ് മരിച്ചു, അമ്മയും മരിച്ചു. 4 കുഞ്ഞുങ്ങൾ ചിതറിപ്പോയി. മൂപ്പൻ എവിടുന്നോ വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അദ്ദേഹവും കത്തിപ്പോയി. 4 കുഞ്ഞുങ്ങൾ വനാന്തരത്തിനകത്ത്. മമേ ഇത് കേൾക്കണം. 14 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൾ, 9 വയസ്സുള്ള കുഞ്ഞ്, 1.5 വയസ്സുള്ള ഒരാൺകുഞ്ഞിനെടുത്ത് 40 ദിവസം നടന്നു. 40 ദിവസം വനാന്തരത്ത് ഈ കോട്ടൂര് നടക്കുന്നവൾ നടന്നപ്പോൾ പട്ടാക്കാർ റോന്തി വിട്ടിയപ്പോൾ സൗണ്ട് കേട്ടു. കുഞ്ഞുങ്ങളെ 4 പേരെയും പിടിച്ചു, മിലിറ്ററി ആശുപത്രിയിൽ കൊണ്ടുപോയി. 4 പേർക്ക് ട്രിപ്പ് ഇട്ടു. 14, 9, 11 കൊച്ചു കുഞ്ഞിനെ ട്രിപ്പ് ഇട്ടു. ഇതറിഞ്ഞൊരു പത്രത്തിലേക്ക് വന്നു. അവൾ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം. അപ്പം പറഞ്ഞ് സമ്മതിക്കത്തില്ല, അവർ ക്ഷീണമാ, 40 ദിവസം കൊണ്ട് വനത്തിൽ കടുങ്ങ. 1 മിനിറ്റ് മതി മൂത്ത കുഞ്ഞിനോട് സംസാരിക്കാം. ഒരു പട്ടാളക്കാർ ഈ പെൺകൊച്ചിനെ അവിടെ കൊണ്ടുപോയത്. ട്രിപ്പ് കയറുന്ന പെണ്ണിനോട് ചോദിച്ചു, പെൺകൊച്ചിനോട് ചോദിച്ചു, ഈ BBC-യിലെ പെൺകുട്ടി ചോദിച്ചു, ഈസ് റൂട്ടഡ് ലാസ്റ്റ് 14 days അറ്റ് ആമസോൺ ഫോറസ്റ്റ്. പർവ്വതത്തിനകത്ത് അഥവാ കാട്ടിനകത്ത് 40 ദിവസം നിങ്ങളെ ആര് വഴി നടത്തി? വൈകിട്ട് പെരുമഴ, കൊത്തിവലിക്കുന്ന പാമ്പ്. ലാസ്റ്റ് 14 days ഈസ് റൂട്ടഡ് അറ്റ് ആമസോൺ ഫോറസ്റ്റ്. ആ കുഞ്ഞ് ട്രിപ്പ് കയറിയപ്പോൾ പറഞ്ഞ മാമേ, ഐ ഡോണ്ട് നോ മാം, an unseen power, ഒരദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം കരം പിടിച്ച് നടത്തി. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. 4 ധനവാന്മാർ അവിടെ വീണപ്പോൾ 4 കുഞ്ഞുങ്ങളെ 40 രാവും 40 പകലും നടത്തുവാൻ സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല, നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം വയലച്ചടിക്ക് പ്രകാശം കൊടുക്കുന്ന ദൈവം. ബാക്കി നാളെ ഇന്ന് രാത്രി ആന്റി ക്രൈസ്റ്റ് വരുമോ? ഇല്ല, അതിനു മുമ്പ് യേശു വരും. ഇവിടെ ഭരണം മാറുമോ? ആ ഭരണം മാറുന്നതിന് മുമ്പ് മശിഹായുടെ ഭരണം വരും. 3 ലാപ്ടോപ്പിനകത്ത് കമ്പ്യൂട്ടർ വരുമോ? റോബോട്ടിന്റെ മുഖം വരുമോ? അതിനു മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം. തീർന്നില്ല. ഇന്നത്തെ റോബോട്ടുകൾക്ക് സംസാര ശക്തി, ഹൃദയം കൊടുക്കുന്നു. അതിനൊരു ഹല്ലേലൂയ ബ്ലൂ ബ്രെയിൻ കിട്ടാൻ പോകുന്നു. ആ ബ്രെയിൻ കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ ശക്തി ഉള്ളവനെ ചേർക്കാൻ കാന്തൻ വരും. ലോകവ്യാപകമായി കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റുകളും പൊട്ടുന്നൊരു ശബ്ദം ലോകം കേൾക്കും. അതിനു മുമ്പ് കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങ്. 39ാമത് കൺവെൻഷൻ ആദ്യ രാത്രി ഇതാവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കുക. കുറ്റിച്ചൽ ആര്യനാട് പുളിമൂട്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.